ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നോമ്പുകാലത്തിൽ അല്പം കൂടി നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നമ്മുടെ ഒരു തിരിഞ്ഞുവരവാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകലെ പോയിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് തിരിഞ്ഞു വരുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. നമ്മുടെ തിരിഞ്ഞു വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവം ആയിരിക്കുന്നത്. നമ്മെ നഷ്ടപ്പെടുത്തി കളയാൻ ദൈവത്തിനാകില്ല. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു നോമ്പ്? ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ദൈവപ്രകാരമുള്ള ഒരു നോമ്പിനെ എടുക്കാനായി കഴിയില്ല. ആഹാരം വർജിച്ചത് കൊണ്ട് മാത്രമല്ല നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം ശുദ്ധീകരണമുള്ളതാകണം. ശുദ്ധിയുള്ള ഒരു ആത്മാവിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെതായ ഒരു സാന്നിധ്യം അനുഭവപ്പെടണം. യേശുവിനെ പോലെ സൗമ്യത ഉള്ളവരായിരിക്കണം. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ പാപം ചെയ്യുന്നവരായി മാറരുത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് പോലും നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. അല്ലാതെ ആഹാരത്തോട് വർജനം കാണിച്ചതുകൊണ്ട് നമുക്കൊരു നല്ലൊരു നോമ്പിനെ എടുക്കുവാനായി സാധിക്കില്ല. നമ്മൾ നമ്മെ തന്നെ ആദ്യം ഒന്ന് ശുദ്ധീകരിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മനസ്സ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചിട്ട് വേണം ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ദേഷ്യ സ്വഭാവത്തെ മാറ്റി, മോശമായി ചിന്തിക്കുന്ന സ്വഭാവത്തെ മാറ്റി എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു സ്വഭാവമാക്കി നമ്മൾ മാറണം. വിശുദ്ധനെ വിശുദ്ധിയോടുകൂടി തന്നെ ആരാധിക്കുവാൻ നമ്മൾ നമ്മെ തന്നെ ആദ്യം ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ദൈവവചനത്തെ നാം മുന്നോട്ട് വായിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരേണ്ടതുമാണ്. ദൈവ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നോമ്പ് കാലഘട്ടമായി തന്നെ മാറും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ, ദൈവത്തിൻ്റെ സൗമ്യഭാവത്തിൽ, ദൈവത്തിൻ്റെ വാക്കുകളിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ എല്ലാം നമ്മളും അത് കണ്ടു പഠിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും നമുക്കൊരു നോമ്പ് കാലഘട്ടം തന്നെയായിരിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ദൈവം നൽകട്ടെ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും വലിയൊരു അത്ഭുതം ദൈവം ചെയ്യട്ടെ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ലൊരു നോമ്പ് ദൈവം നൽകട്ടെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ക്ഷീണവും തളർച്ചയും തോന്നാത്ത വിധം, മുഖം വാടാത്ത വിധം ദൈവം നിങ്ങളെ പുഷ്ടിപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിത്യദൈവമേ, ഈ വിശുദ്ധ നോമ്പുകാലത്ത് ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വിനയത്തോടെ കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയം അവിടെ നിന്ന് പരിശോധിക്കണമേ. ഞങ്ങളുടെ പുറമേ ഉള്ളത് മാത്രമല്ല കർത്താവേ, നമ്മുടെ അകമേയുള്ള മനസ്സിനെ അവിടെ നിന്ന് ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അവിടെ നിന്ന് കണക്കിടാതെ വണ്ണം സ്വർഗമേ, ഇതുവരെയും അവിടെ നിന്ന് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദി. നിന്നിൽ നിന്നകന്നു പോയ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കണമേ. ദൈവമേ, എൻ്റെ ഉള്ളിൽ ശുദ്ധ ഹൃദയം സൃഷ്ടിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം അവിടെ നിന്ന് ശുദ്ധമാക്കി നൽകണമേ. അഹങ്കാരത്തെ അവിടെ നിന്ന് നീക്കി വിനയം അവിടെ നിന്ന് നൽകണമേ. നല്ലൊരു നോമ്പിനെ അവിടെ നിന്ന് നൽകണമേ. ചോദിച്ചത് ചുരുക്കമെങ്കിലും ധാരാളം നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.